9th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് SCRT ചാപ്റ്റർ വിശാല സമതല ഭൂവിൽ. എന്താണ് പ്രളയ സമതലങ്ങൾ? പ്രളയ സമയത്ത് നദികൾ കരകവിഞ്ഞ് ഒഴുകുന്നു. ഈ സമയത്ത് അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന എക്കല് ഇരുകരകളിൽ നിക്ഷേപിക്കപ്പെട്ട് സമതലങ്ങൾ രൂപം കൊള്ളുന്നു. ഇങ്ങനെ പ്രളയ സമയത്ത് എക്കൽ നിക്ഷേപിച്ച് രൂപപ്പെടുന്ന സമതലങ്ങളായതിനാൽ ഇവയെ പ്രളയ സമതലങ്ങൾ എന്ന് അറിയപ്പെടുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമായ ഇത്തരം പ്രളയ സമതലങ്ങളിലാണ് ലോക പ്രശസ്തമായ പല നദീതട സംസ്കാരങ്ങളും ഉടലെടുത്തത്. ഇനി എന്താണ് ഡെൽറ്റകൾ? സമതലങ്ങളിലൂടെ ഒഴുകി നദീമുഖങ്ങളോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദത്തിൻ്റെ അളവ് കൂടുതലായതിനാൽ നദീജലം കൂടുതലായതിനാൽ മിക്ക നദികളും ഈ പ്രദേശത്ത് കൈവഴികളായി പിരിഞ്ഞ് ഒഴുകുന്നു. നദീമുഖത്തോട് അടുക്കുമ്പോൾ നദി വളരെ സാവധാനം ഒഴുകുന്നു. ഈ സമയം നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിക്കപ്പെട്ട് ഏതാണ്ട് ത്രികോണാകൃതിയിലുള്ള ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇങ്ങനെ ത്രികോണാകൃതിയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഭൂരൂപങ്ങളെയാണ് ഡെൽറ്റകൾ എന്ന് അറിയപ്പെടുന്നത്. നദീമുഖങ്ങളോട് അടുക്കുന്ന സമയത്താണ് ഡെൽറ്റകൾ ഫോം ചെയ്യുന്നത്. ഇനി നദീജന്യ ദ്വീപുകൾ, നീർച്ചാല്, മണൽവരമ്പ്. സമതലങ്ങളിലെ നദിയുടെ ഒഴുക്കും ആഴവും താരതമ്യേന വളരെ കുറവാണ്. ആയതിനാൽ അവ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീചാലുകളിലെ ദ്വീപുകളായും വശങ്ങളിൽ തിട്ടകളായും നിക്ഷേപിക്കപ്പെടുന്നു. നദികളെ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ നദീചാലുകളിലെ ദ്വീപുകളായും വശങ്ങളിലെ തിട്ടകളായും നിക്ഷേപിക്കപ്പെടുന്നു. പൊടിമണൽ, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടുന്ന അവസാദങ്ങൾ നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ. പൊടിമണൽ, മണൽ, ചരൽ എന്നിവ ഉൾപ്പെടുന്ന അവസാദം നദീതടത്തിൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്ന രേഖീയ ഭൂരൂപങ്ങളാണ് മണൽ വരമ്പുകൾ. കൂടുതൽ SCRT വീഡിയോകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്